ഹായ് ഹലോ കൂട്ടുകാരെ, സ്വാതന്ത്ര്യം 2-ന്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവിച്ചത് മുഖ്യമന്ത്രിയോട് പോയി നേരിട്ട് പറയാമെന്നും അദ്ദേഹം ഒരു നല്ല മനുഷ്യനല്ലേ എന്നും ബാലൻ മീനാക്ഷിയോട് ചോദിക്കുന്നു. പേപ്പർ പോയി എന്ന് നേരിട്ട് പോയി പറഞ്ഞാൽ ജോലി പോകത്തേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രയോജനമൊന്നും ഉണ്ടാകില്ല എന്ന് മീനാക്ഷി ബാലനോട് പറയുന്നു. മോള് വിഷമിക്കണ്ട, ആ പേപ്പർ ഇവിടെ എങ്ങാനും ഉണ്ടാകും എന്ന് പറഞ്ഞ് ബാലൻ മീനാക്ഷിയെ ആശ്വസിപ്പിക്കുന്നു. ബാലൻ പോയതിനു ശേഷം മിത്ര മീനാക്ഷിയുടെ അടുത്തേക്ക് വരികയാണ്. മിത്രയെ കാണുമ്പോൾ മീനാക്ഷി പറയുന്നു, അച്ഛനും നല്ല വിഷമമുണ്ട്. എന്തായാലും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം. ഇക്കാര്യത്തിൽ ദേവിയേടത്തി പോലും കൂടെയുണ്ട്. ദേവിയേടത്തിക്കും വിഷമമുണ്ട്. പിന്നീട് തലവേദന എടുത്ത് കിടക്കുന്ന ദേവിയെയാണ് കാണിക്കുന്നത്. ഇവിടെ നിന്നും കുറച്ച് ദിവസത്തേക്ക് നമുക്ക് മാറി നിൽക്കാം അനന്തേട്ടൻ അച്ഛൻ്റെ കയ്യിൽ നിന്നും അനുവാദം വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവിയാണ് കാണിക്കുന്നത്. എന്തായാലും ടൂറ് പോകാൻ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് അനന്തൻ പറയുന്നുണ്ട്. എന്നാലും അങ്ങനെ വിടാൻ പാടില്ല. ഏട്ടൻ പോയി അച്ഛനോട് ചോദിക്കണം, കല്യാണം കഴിഞ്ഞാൽ ഹണിമൂൺ നമ്മുടെ അവകാശമല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കണമെന്ന് പറഞ്ഞ് ആര്യൻ അനന്തനോട് പറയുന്നു. പിന്നീട് അനൂപിൻ്റെ പെണ്ണുകാണലിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന നന്ദിതയാണ് കാണിക്കുന്നത്. നന്ദിതയെ കണ്ട് രാജശ്രീ ചോദിക്കുന്നു, നന്ദിത നിൻ്റെ ആഭരണങ്ങളൊക്കെ എവിടെ പോയി? പാലയ്ക്കാമാലയും ഡയമണ്ട് നെക്ലസും ഒന്നും കാണുന്നില്ലല്ലോ. ഇത് കേട്ട് നന്ദിത പറയുകയാണ്, ആഭരണങ്ങളെല്ലാം ഞാൻ ലോക്കറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാജശ്രീക്ക് ഇതൊന്നും വിശ്വാസമാകുന്നില്ല. രാജശ്രീ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആഭരണങ്ങളെല്ലാം മിത്രയ്ക്ക് കൊടുത്ത കാര്യം രാജശ്രീ കണ്ടുപിടിക്കുമോ എന്ന് പേടിയാണ് നന്ദിതയുടെ മുഖത്ത് കാണിക്കുന്നത്. പിന്നീട് വീട്ടിലെത്തി വളരെയധികം ദുഃഖത്തിലിരിക്കുന്ന ബാലനെയാണ് കാണുന്നത്. ബാലൻ ദുഃഖിച്ചിരിക്കുമ്പോൾ ദേവി ബാലൻ്റെ അടുത്തേക്ക് വരുന്നു. ദേവി ബാലനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പേപ്പർ പോയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, 1-2 ആഴ്ച കൊണ്ട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ദേവി ബാലനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ബാലന് വളരെയധികം ദേഷ്യം വരികയാണ്. നീ മൂലമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഈ വീട്ടിൽ വന്ന ആദ്യ മരുമകളാണ് മീനാക്ഷി. അവളുടെ കണ്ണീരിവിടെ വീഴാൻ പാടില്ല. അതെനിക്ക് കണ്ട് സഹിക്കാനും പറ്റില്ല. ഇതിനൊരു പരിഹാരം നീ ഇപ്പോൾ തന്നെ കാണണം എന്ന് പറഞ്ഞ് ദേവിയെ ശ്വാസിക്കുന്ന ബാലനെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഈ സമയത്ത് എല്ലാ സൈഡിൽ നിന്നും പെട്ട ദേവി ദൈവത്തോട് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഓഫീസിലെത്തിയ മീനാക്ഷിയോട് മാഡം ചോദിക്കുന്നു, ഫയൽ കിട്ടിയോ എന്നുള്ള കാര്യം. മീനാക്ഷി പറയുന്നു, ഇല്ല, ഫയൽ കിട്ടിയിട്ടില്ല. അപ്പോൾ മാഡം പറയുന്നു, നിന്നെ സസ്പെൻഡ് ചെയ്തേക്കും, 3 ദിവസം കഴിയുമ്പോൾ മീറ്റിംഗ് വരികയാണ്. ഇതെല്ലാം അവിടെ നിന്ന് ജോസഫ് ഒളിച്ചെന്ന് കേൾക്കുകയാണ്. മീനാക്ഷിയെ സസ്പെൻഡ് ചെയ്തേക്കും എന്നുള്ള വാർത്ത കേട്ട് ജോസഫിന് വളരെയധികം സന്തോഷമാകുന്നു. കടയിലാകെ ദുഃഖിച്ചിരിക്കുന്ന ബാലനെയാണ് പിന്നെയും കാണിക്കുന്നത്. ഒരാൾ സാധനം വാങ്ങിയതിന് ശേഷം പൈസ കൊടുക്കുമ്പോൾ പൈസ പോലും വാങ്ങാൻ ബാലൻ മറന്നുപോയി. അപ്പോൾ രാമേട്ടൻ വന്ന് ചോദിക്കുന്നു, എന്ത് പറ്റിയടാ ബാല നിനക്കിത്? കഴിഞ്ഞ 2-3 ദിവസമായി നീ ആകെ സമനില നഷ്ടമായതുപോലെയാണല്ലോ പെരുമാറുന്നത്. സത്യം പറയണമെന്ന് രാമേട്ടൻ പറയുന്നു. ബാലൻ ഒന്നും പറയാതിരിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും ബാലനെ സത്യം പറയാൻ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ബാലൻ ചോദിക്കുന്നു, സർക്കാർ ഓഫീസിൽ നിന്നും ഒരു ഫയൽ നഷ്ടപ്പെട്ടു പോയാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും രാമേട്ട ഉണ്ടാവുക എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം കേട്ട് എല്ലാവരും ബാലൻ്റെ മുഖത്തേക്ക് അമ്പരപ്പോടുകൂടി നോക്കി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.